കാവേരിയുടെ മുഖത്ത് ചൂടുവെള്ളം ഒഴിക്കുമെന്ന ഭീഷണിയുമായി രാജേശ്വരി. അങ്ങനെ പ്രിയ പ്രേക്ഷകരെ, ഈ പുഴയും കടന്നിലാണെങ്കിൽ രാജേശ്വരിയാണെങ്കിൽ തൻ്റെ മകൻ്റെയും കാവേരിയുടെയും കഥയറിഞ്ഞതുകൊണ്ട് തന്നെ വളരെയധികം പൊട്ടിത്തെറിക്കുന്നത് കാണാനായിട്ട് കഴിയും. അതായത് രാജേശ്വരിയാണെങ്കിൽ കാവേരിയുമായിട്ട് തൻ്റെ മകൻ്റെ വിവാഹം നടത്താനായിട്ട് ആഗ്രഹിക്കുന്നില്ല. കാവേരിയുടെ കുടുംബക്കാരായിട്ടും യാതൊരു തരത്തിലുള്ള ബന്ധത്തിനും രാജേശ്വരി എന്ത് ചെയ്യുന്നില്ല, മുതിരുന്നില്ല. അതുകൊണ്ട് തന്നെ രാജേശ്വരിയാണെങ്കിൽ നമ്മുടെ കാവേരിയുടെ വീട്ടിലേക്ക് വന്ന് കാവേരിയുടെ അമ്മയുടെ അടുത്ത് പറയുന്നുണ്ട്, നിൻ്റെ മനസ്സിൽ നിൻ്റെ മകളെ എൻ്റെ മകനെ കൊണ്ടെങ്ങാനും കെട്ടിക്കാമെന്ന് വല്ല വിചാരമുണ്ടെങ്കിൽ ആ വിചാരം നീ മാറ്റിവെച്ചേക്ക്. അതെന്തായാലും ഒരിക്കലും നടക്കാനൊന്നും പോവില്ല, നടക്കുകയുമില്ല എന്ന് പറയുന്നത് കാണാനായിട്ട് കഴിയും. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ അമ്മയാണെങ്കിൽ പറയുന്നുണ്ട്, എനിക്ക് അങ്ങനത്തെ യാതൊരു വിചാരവും കാര്യമോ ഒന്നുമില്ല. എനിക്ക് എൻ്റെ മകളെ നിങ്ങളുടെ മകൻ്റെ തലയിൽ കെട്ടിവെക്കണമെന്നോ നിങ്ങളുടെ സ്വത്ത് വേണമെന്നോ യാതൊരു തരത്തിലുള്ള ആർത്തിയുമില്ല. അതുകൊണ്ട് തന്നെ രാജേശ്വരി, ഞാൻ പറയുകയാണ്, എൻ്റെ മകളും നിങ്ങളുടെ മകനും ഒരിക്കലും പ്രണയിക്കില്ല, അവർ ഒന്നാകില്ല എന്ന് പറയുമ്പോൾ നീ പറഞ്ഞതിൽ എന്തെങ്കിലും കഴമ്പുണ്ടെങ്കിൽ, ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഇനി ഒരിക്കലും നിൻ്റെ മകളും എൻ്റെ മകനും കണ്ടുമുട്ടാൻ ഇടവരുത്തരുത് നീ എന്ന് പറയുന്നു. ഇതേ സമയം ഗംഗ പറയുന്നുണ്ട്, അത് നിങ്ങളല്ലല്ലോ പറയേണ്ടത്. അതായത് നിങ്ങളുടെ മകൻ കാവേരിയെ കാണാൻ വന്നാൽ എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മകളെ, അതായത് നിങ്ങളുടെ മകനെ നിങ്ങൾ തന്നെ നോക്കണം, അവനെ അനുസരിപ്പിക്കണം എന്ന് പറയുന്നത് കാണാനായിട്ട് കഴിയൂട്ടോ. ഇതേ സമയം നമ്മുടെ രാജേശ്വരിയാണെങ്കിൽ അത് സമ്മതിക്കുന്നൊരു കാഴ്ച. ഇനി ഒരു ചങ്ങാത്തത്തിനും ഒന്നിനും അവനൊരിക്കലും ഇവിടേക്ക് വരില്ല എന്ന് പറയുന്നൊരു കാഴ്ച കാണാനായിട്ട് കഴിയും, കാണാനായിട്ട് സാധിക്കും. അങ്ങനെ നമ്മുടെ രാജേശ്വരി പോയി കഴിയുമ്പോൾ ഗംഗയും വിനീതും കൂടാതെ തന്നെയാണെങ്കിൽ നമ്മുടെ അമ്മയും കാവേരിയുടെ ഈ പോക്കിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. കൂടാതെ അവളെ പറഞ്ഞ് മനസ്സിലാക്കണം, ഇനി വിനോദുമായിട്ട് ഒരു പ്രശ്നവും ഒരു കാര്യവും വേണ്ട എന്ന് എഴുതി വെപ്പിക്കണം, അവളെ ഓർമ്മപ്പെടുത്തണം എന്ന് ചിന്തിക്കുന്നത് കാണാനായിട്ട് കഴിയും, കാണാനായിട്ട് സാധിക്കും. അങ്ങനെ കാവേരിക്ക് ശിക്ഷ വിധിക്കാനായിട്ട് ഗംഗയും നമ്മുടെ വിനോദും ഒക്കെ ഇറങ്ങുന്നത് കാണാനും കഴിയും.